പാകിസ്ഥാനിലെ ഭീകരരെ ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ പഹൽഗാമിലടക്കം ആസൂത്രണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബാഹ്യശക്തിയുണ്ട്. ആരാണെന്നല്ലേ? മറ്റാരുമല്ല, ഹമാസ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ കണ്ണിലെ കരടായ ഹമാസ്. ഹമാസ് മോഡൽ കോപ്പി പേസ്റ്റ്, അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനങ്ങളിൽ കോപ്പി അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു സായുധ സംരക്ഷണ സേനയുടെ ബ്ലൂ ബുക്ക് പോലെ ഹമാസിൻ്റെ ആക്രമണ പ്ലേ ബുക്ക് അതേപടി കോപ്പി അടിച്ച് തീവ്രവാദത്തിൽ പകർത്തുന്ന ഗതികെട്ട പാകിസ്ഥാനി കഴുതകൾ എന്ന് തന്നെ വിളിക്കണം. പലസ്തീനിൽ നിന്നും ഹമാസ് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ, ഒളിച്ചിരിക്കുന്ന വിശാലമായ ടണലുകൾ, പ്രതിരോധമറയായി തിങ്ങി നിറഞ്ഞ ജനവാസ കേന്ദ്രങ്ങളിലെ പ്രവർത്തനം, സിവിലിയൻസിന് പിന്നിൽ മറിഞ്ഞിരുന്നുകൊണ്ട് വെടിതീർക്കുന്ന പാക് തീവ്രവാദികൾ നോക്കിക്കണ്ടുപിടിച്ചത് ഹമാസ് പലസ്തീനിൽ നിന്നും ഇസ്രായേലിനെതിരെ പോരാടുന്ന അതേ യുദ്ധതന്ത്രം തന്നെയാണ്. ആദ്യം പാകിസ്ഥാനി ഭീകരർ പഹൽഗാമിൽ ആക്രമണം തുടങ്ങിയ രീതി തന്നെ ഒന്ന് പരിശോധിക്കാം. ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആ അതിക്രൂരമായ സിവിലിയൻ കൂട്ടക്കൊലയുടെ അതേ മാതൃകയിലാണ് പഹൽഗാമിൽ ഇന്ത്യൻ സിവിലിയന്മാർക്ക് നേരെ പാക് ഭീകരർ കടന്നു കയറി വെടിതീർത്തത്. പാക് സൈന്യത്തിൻ്റെയും ഭീകരരുടെയും ഹമാസ് ബന്ധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ഫെബ്രുവരിയിൽ POKയിലെ റാവൽകോട്ടിൽ നടന്ന സുപ്രധാനമായ മീറ്റിംഗിൽ പങ്കെടുത്തത് ലഷ്കർ-ഇ-തോയ്ബ, ജയ്ഷെ മുഹമ്മദ് ഗ്രൂപ്പുകളുടെ തലവന്മാർക്കൊപ്പം ഹമാസ് നേതാക്കളാണ്. പഹൽഗാം ആക്രമണം ചാർട്ട് ചെയ്തത് ഈ യോഗത്തിൽ വച്ചായിരുന്നെന്ന് വ്യക്തമായ തെളിവുകൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഹമാസിൻ്റെ ആയുധ പരിശീലനവും യുദ്ധതന്ത്ര പരിശീലനവും പാക് തീവ്രവാദികൾക്ക് യഥേഷ്ടം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ലഭിക്കുന്നുണ്ട്, ഇപ്പോഴും ലഭിക്കുന്നു. അത് ക്രിസ്റ്റൽ ക്ലിയറാണ്. പാകിസ്ഥാൻ്റെ ടെറർ ഹൈഡൗട്ടുകൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്തെറിഞ്ഞപ്പോഴാണ് അവിടെയൊക്കെ ഹമാസിൻ്റെ ചില തെളിവുകൾ, മാതൃകകൾ കണ്ടെത്തിയത്. സിവിലിയൻ സ്കൂളുകളുള്ള പ്രദേശങ്ങളിൽ നിന്നും റോക്കറ്റുകളടക്കം പ്രയോഗിച്ച് ആക്രമണം അഴിച്ചുവിടുക, തീവ്രവാദി ട്രെയിനികൾക്ക് മതവിദ്വേഷവും മതഭ്രാന്തും കുത്തിത്തിരുകാൻ പ്രത്യേക ട്രെയിനിങ്ങിന് നേതൃത്വം നൽകുക, അതിനൊക്കെ ഓരോ പ്രത്യേക അക്കാഡമികൾ. ഇവയൊക്കെ തെളിയിക്കുന്നത് ഹമാസും പാക് തീവ്രവാദികളും പാക് സൈന്യവും ഒരേ നേർവഴിക്ക് പോകുന്നു, ഒരു നെറ്റ്വർക്കിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഹമാസ് എന്തൊക്കെ പലസ്തീനിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ചെയ്യുന്നു, അതെല്ലാം അതേപടി കോപ്പി അടിക്കുകയാണ് പാക് ഭീകരർ എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യും, ആയുധങ്ങൾ പ്രയോഗിക്കാൻ എടുത്തു കൊടുത്തുവിടും, പരിശീലിപ്പിക്കും, അവരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞുവിടും. പക്ഷേ പറഞ്ഞുവിടുന്നവർക്ക് അതൊരു മരണമുഖമാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇത്തരത്തിലുള്ള 9 പാകിസ്ഥാനി തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത്. അതിൽ സെയ്ദ്ന ബിലാൽ, ജയ്ഷെ മുഹമ്മദിൻ്റെ പരിശീലന ഭീകര കൈമാറ്റ ആയുധ സംഭരണ കേന്ദ്രം. അതിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ കടുത്ത ജനവാസ കേന്ദ്രമായ മുസാഫറാബാദിലാണ്. അതാകുമ്പോൾ ഇന്ത്യൻ സേന ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ, സിവിലിയന്മാർക്ക് നേരെ വെടിയുതിർക്കുകയോ മിസൈൽ ആക്രമണം നടത്തുകയോ ചെയ്യില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയായിരുന്നു. കാരണം അതും ഹമാസിൻ്റെ തന്ത്രമാണ്. അടുത്തതായി ഇന്ത്യ തകർത്ത കേന്ദ്രം മർക്കസ് തൈബ ക്യാമ്പാണ്. കസബും അജ്മൽ കസബും ഡേവിഡ് ഹെഡ്ലിയും അടക്കമുള്ള തീവ്രവാദികൾ ഇവിടെ ഇരുന്നു കൊണ്ടാണ് മുംബൈ ഭീകര ആക്രമണത്തിൻ്റെ കോപ്പ് കൂട്ടിയത്. അതിനും ഇന്നിതാ ഇന്ത്യ ഇരട്ടപ്പകരം വീട്ടിയിരിക്കുന്നു. മർക്കസ് തൈബ തീവ്രവാദികളിൽ മതവിദ്വേഷം പരത്തുന്ന അക്കാദമിയാണ് ഏറ്റവും കുപ്രസിദ്ധം. അടുത്തതായി ഇന്ത്യ തകർത്ത ഹമാസ് പിന്തുണയുള്ള ഭീകരകേന്ദ്രം പാക് പഞ്ചാബിലെ മുറഡ്കയിലാണ്. ഇവിടെയും ഭീകരകേന്ദ്രം പ്രവർത്തിക്കുന്നത് കനത്ത ജനവാസ മേഖലയിലാണ്. അതും ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ്. ഇതോടെ പാക് ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത്, ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതുമൊക്കെ ജനവാസ കേന്ദ്രങ്ങളാണെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് ഹമാസ് മാതൃകയിൽ ആശുപത്രികൾ, മോസ്കുകൾ എന്നിവയെ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സിവിലിയന്മാരെ പ്രതിരോധ കവചമാക്കി മാറ്റി എതിർ സേനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന അതേ രീതി ഹമാസിൽ നിന്നും പാകിസ്ഥാൻ ഭീകരരും കണ്ടുപിടിച്ചത്. അതാണ് ഈ ഇന്ത്യ തകർത്ത 9 കേന്ദ്രങ്ങളിലും പാക് ഭീകരർ ചെയ്തു വന്നത്. ഇന്ത്യ തകർത്ത അടുത്ത ഭീകരകേന്ദ്രം സിയാൽകോട്ടിലെ സർജലാണ്. പാക് പഞ്ചാബിലെ ഈ ജനവാസ കേന്ദ്രം പാകിസ്ഥാനിലെ തന്നെ 12ാമത്തെ ഏറ്റവും തിരക്കേറിയ ജനവാസ കേന്ദ്രമാണ്. ഇവിടെയാണ് ഹമാസ് മാതൃകയിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ പാക് ഭീകരർ ഏറ്റവും കൂടുതൽ ടണലുകൾ നിർമ്മിച്ചിരുന്നത്. ഇതേ തരം ടണലുകൾ ഉപയോഗിച്ചാണ്
ഹമാസ് ഭീകരർ പലസ്തീനിൽ നിന്നും ഇസ്രയേലിലേക്ക് കടന്നു കയറിയതും അവിടെ അടിക്കടി കൂട്ടക്കൊലകൾ നടത്തി തിരികെ പോകുന്നതും. പാക് ഭീകരർ ടണൽ ഉപയോഗിക്കുന്നത് LOCക്ക് സമീപത്തു നിന്നും പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. BSFന്റെ കണ്ണുവെട്ടിച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടണലുകൾ ഇതേ സംവിധാനമാണ് ഹമാസ് ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യൻ ഏജൻസികൾക്ക് ഇപ്പോൾ വ്യക്തമായി. അത് ഈ ആക്രമണം അഴിച്ചുവിട്ട ആ സമയത്താണ് ഈ ദൃശ്യങ്ങളെല്ലാം ഇന്ത്യക്ക് ലഭിച്ചത്. 4 അടി വീതിയും 10 അടി ഉയരവുമുള്ള വിശാലമായ ഈ ടണലുകൾ കിലോമീറ്ററുകൾ വരെ നീളുന്നതാണ്. റഡാറുകൾക്കും സാറ്റലൈറ്റുകൾക്കുമൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഹമാസ് മാതൃകയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ഹമാസ് നേതാക്കൾ അടിക്കടി വന്ന് സന്ദർശനം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവർ വീണ്ടും പാകിസ്ഥാനിൽ വന്നതും ഇന്ത്യക്കെതിരായ ആക്രമണത്തെപ്പറ്റി പാക് ഭീകര ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തിയതും. നാനോവലിലെ ഹമാസിൻ്റെ സന്ധിയുള്ള ഭീകര കേന്ദ്രവും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് പാക് ഭരണകൂടമോ അതോ ISIയോ പാക് സേനയോ? ആരാണ് പാക് സൈന്യത്തിനെ ഇങ്ങനെ കൂടപ്പിറപ്പുകളെ പോലെ ഇന്ധനം നൽകി, ഭക്ഷണം നൽകി, ആയുധം നൽകി കൊണ്ടു കിടക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കടുത്ത പാക് ഭീകരരെ രക്തസാക്ഷികളെന്ന് വിളിച്ച പാക് സർക്കാർ അവർക്ക് യാത്രയയപ്പ് നൽകിയത് അവരുടെ ഖബറടക്കത്തിന് ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ്. ഖബറടക്ക ചടങ്ങിൽ പാക് പതാക പുതപ്പിച്ചായിരുന്നു മറ്റു ചടങ്ങുകൾ നടത്തിയത്. ഉന്നത പാക് സൈനിക മേധാവികൾ വരെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ തെളിവുകളെല്ലാം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ചിത്രങ്ങളടക്കം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ലോക നേതാക്കൾക്ക് കൈമാറുകയും ചെയ്തു ഉടനടി തന്നെ. ഇത് ലോകരാഷ്ട്രങ്ങൾക്കും UN മുന്നിൽ ഇന്ത്യയുടെ സുപ്രധാന തെളിവുകളാണ്. ഭീകരർക്ക് രക്തസാക്ഷി പരിരക്ഷ നൽകുന്ന പാക് സൈന്യവും പാക് സർക്കാരും ഇന്ത്യയുടെ ആയുധങ്ങളുടെ ചൂട് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.